Dear student, Assalamu alaikum. Let us continue our chapter surface area and volumes. Okay. Then next section surface area of a right circular cylinder. അത് നമ്മൾ ഫസ്റ്റ് സർഫസ് ഏരിയ ആണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത് അല്ലേ. എന്നിട്ട് നമുക്ക് വോളിയം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ സർഫസ് ഏരിയ ഓഫ് റൈറ്റ് സർക്കുലർ സിലിണ്ടർ, സർഫസ് ഏരിയ ഓഫ് റൈറ്റ് സർക്കുലർ സിലിണ്ടർ. സർഫസ് ഏരിയ ഓഫ് റൈറ്റ് സർക്കുലർ സിലിണ്ടർ. ഈ റൈറ്റ് സർക്കുലർ സിലിണ്ടർ നമുക്കറിയാം, എക്സാമ്പിളായിട്ട് ഫിഗർ നോക്കൂ. ഇത് റൈറ്റ് സർക്കുലർ സിലിണ്ടർ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സർഫസ് ഏരിയ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ സർഫസ് ഏരിയൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിലിണ്ടറിൻ്റെ ഫോം നമുക്കുണ്ട്. ഇപ്പോൾ ഒരു ചാർട്ട് പേപ്പർ ഉപയോഗിച്ചാണ് നമ്മൾ ഈ സിലിണ്ടർ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു കർവ്ഡ് സർഫസ് അല്ലേ, കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ. ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ, കർവ്ഡ് സർഫസ് ഏരിയ, ഈ സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് നമുക്ക് h ആയിട്ട് എടുക്കാം. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സർക്കിൾ പാർട്ട് ഉണ്ടാവുമല്ലോ, സിലിണ്ടറിൻ്റെ സർക്കിൾ പാർട്ട് ആയിരിക്കുമല്ലോ ഇവിടെ. ഇതിന് നമുക്ക് റേഡിയസ് r എന്ന് കൊടുക്കാം. ഇതിൻ്റെ ബേസ് റേഡിയസ് നമുക്ക് എന്ത് കൊടുക്കാം, r എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ ആണ് ഇക്വേഷൻ ആണ് 2πRh, 2 × π × r × h. പൈൻ്റെ വാല്യൂ 22/7 എടുക്കുക, അല്ലെങ്കിൽ 3.14. ഓക്കെ. അപ്പോൾ ഇവിടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ ഹൈറ്റ്, r എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി സിലിണ്ടർ. അപ്പോൾ ഈ റേഡിയസ് ഓഫ് സിലിണ്ടറും ഹൈറ്റ് പറയാമെങ്കിൽ നമുക്ക് സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയ, കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയാം 2πRh, 2 × π × r × h, കർവ്ഡ് സർഫസ് ഏരിയ. ഇനി സപ്പോസ് ഇങ്ങനെയാണ് വിചാരിക്കുക. ഇപ്പോൾ ഒരു ചാർട്ട് പേപ്പറിൻ്റെ സർക്കിൾ പാർട്ട് ഇവിടെ അടപ്പായിട്ടുണ്ട് വിചാരിക്കുക, രണ്ട്. അപ്പോൾ ഇങ്ങനെ മൂടി വെച്ചിട്ടുള്ളതാണ്, ക്ലോസ്ഡ് ആണെന്ന് വിചാരിക്കുക. ബേസും ടോപ്പും ക്ലോസ്ഡ് ആയിട്ടുള്ള സിലിണ്ടറാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സർഫസ് ഏരിയ, അതായത് ടോട്ടൽ സർഫസ് ഏരിയ, നമുക്ക് എന്ത് പറയാം, ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ നമുക്ക് എന്താ പറയാം, ടോട്ടൽ സർഫസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയയും പിന്നെ രണ്ട് സർക്കിൾ പാർട്ടും വരും അല്ലേ, ബേസിലും ടോപ്പിലും രണ്ട് അടപ്പ് വരില്ലേ, സർക്കിൾ പാർട്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ആഡ് ചെയ്യണം. നമുക്കറിയാം സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. അപ്പോൾ ഇവിടെ ഒരു πr², ഇവിടെ ഒരു πr². അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ 2πRh കൂടാതെ 2πr² അല്ലേ, 2πr². ഇത് രണ്ടും കോമൺ ആയിട്ട് നമുക്ക് 2πr കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ 2πr കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ h+r, ബാക്കി ബ്രാക്കറ്റിനുള്ളിൽ എന്ത് വരും, h+r. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇക്വേഷൻ എന്ത് വരും, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ 2πr × h+r, 2πr × h+r. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ബൈ ഹാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആ സിലിണ്ടറിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി, ഹൈറ്റും ബേസ് റേഡിയസും നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. ഓക്കെ. Page number 216, example 3. Savitri had to make a model of cylindrical kaleidoscope for her science project. She wanted to use chart paper to make the curved surface of the kaleidoscope. What would be the area of chart paper required by her if she wanted to make a kaleidoscope of length 25 cm with 3.5 cm radius? You may take pi equal to 22/7. നിങ്ങൾക്കറിയാലോ കാലിഡോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സയൻസ് പ്രൊജക്റ്റ് ചെയ്യുന്ന നിങ്ങൾക്കറിയാം അല്ലേ. യെസ്, എന്താ നമുക്കത് ഏകദേശം വരക്കാമെങ്കിൽ വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പോൾ സാവിത്രി ഉണ്ടാക്കാൻ പോകുന്ന ഈ കാലിഡോസ്കോപ്പിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്, 3.5 ആണ്. റേഡിയസ് 3.5 സെൻറ്റിമീറ്റർ, ലെങ്ത്ത് 25 സെൻറ്റിമീറ്റർ. ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് ആയിട്ടും കൊടുക്കാം നമുക്ക് അല്ലേ. ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഇതല്ലേ, അതന്നെയാണ് ഹൈറ്റ്. എത്ര വരുന്നത്, 25 സെൻറ്റിമീറ്റർ.
25 സെൻറ്റിമീറ്റർ. അപ്പോൾ ബേസ് റേഡിയസ് 3.5, ഹൈറ്റ് എന്താ വരുന്നത് 25 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു കാലിഡോസ്കോപ്പാണ് എന്ത് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ വാട്ട് വുഡ് ബി ദ ഏരിയ ഓഫ് ചാർട്ട് പേപ്പർ റിക്വയർഡ് ബൈ ഹെർ. അപ്പോൾ ഈ ഒരു കാലിഡോസ്കോപ്പ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ചാർട്ട് പേപ്പർ, അതായത് ചാർട്ട് പേപ്പർ ഇങ്ങനെയാണല്ലോ ചുറ്റേണ്ട വരിക. അപ്പോൾ ഈ ഇങ്ങനെ ടൈപ്പ് റേഡിയസ് 3.5 സെൻറ്റിമീറ്ററും ഹൈറ്റ് 25 സെൻറ്റിമീറ്ററും ആയിട്ടുള്ള ഇങ്ങനെ ഒരു കാലിഡോസ്കോപ്പ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ചാർട്ട് പേപ്പർ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ. ഇതൊരു സിലിണ്ടർ ഫോം അല്ലേ, ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിച്ചാൽ പോരെ. ഇതിൻ്റെ കർവ്ഡ് സർഫസ്, അവിടെ ഒരു ചാർട്ട് പേപ്പർ വേണ്ടി വരിക. അപ്പോൾ ആ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ ആണ് ഇക്വേഷൻ ഉപയോഗിക്കാം. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ, ഇക്വേഷൻ 2πRh that is equal to 2 into പൈൻ്റെ വാല്യൂ 22/7 കൊടുക്കാം. റേഡിയസ് 3.5, ഹൈറ്റ് 25. ഇത് കണ്ടുപിടിച്ച മൾട്ടിപ്ലൈ ചെയ്തിട്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ. എന്താ വരുന്നത്? 3.5 7 നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തോളൂ. യെസ്, എന്നിട്ട് ആൻസർ എന്താ വരുന്നത്? 550 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏരിയ കിട്ടിയില്ലേ? ചാർട്ട് പേപ്പർ ആവശ്യമുള്ളത് കിട്ടിയില്ലേ? യെസ്, ഏരിയ ഓഫ് ചാർട്ട് പേപ്പർ റിക്വയർഡ് ഇസ് ഈക്വൽ ടു 550 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, നിങ്ങൾ എക്സസൈസ് 13.2 ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്ക് ചെയ്തോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 3 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 10, S7, 4. Let us move the next topic. Surface area of right circular cone. Surface area of right circular cone. Surface area of right circular cone. In the right circular cone, surface area of right circular cone. Surface area of right circular cone. നമുക്കറിയാം റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണല്ലോ റൈറ്റ് സർക്കുലർ കോൺ. ഈ കോണിൻ്റെ സർഫസ് ഏരിയ. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ക്യാപ്പ്, ഇതേ ടൈപ്പ് ക്യാപ്പ് കണ്ടിട്ടില്ലേ നിങ്ങൾ? അല്ലെങ്കിൽ ഐസ്ക്രീം, കോൺ ഐസ്ക്രീം, ഇതിൻ്റെയൊക്കെ നമുക്കറിയാം ഈ ഷേപ്പ് അല്ലേ? അപ്പോൾ ഈ റൈറ്റ് സർക്കുലർ കോണിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ കർവ്ഡ് സർഫസ് ഉണ്ടാവും, പിന്നെ ടോട്ടൽ സർഫസ് ഉണ്ടായിരിക്കാം അല്ലേ? ടോട്ടൽ സർഫസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു അടപ്പ് വരികയാണെങ്കിൽ ഈ ഭാഗം തുറന്നിട്ടാണെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയാം. ഇനി ഈ ഒരു റൗണ്ട് പാർട്ട് അടച്ചിട്ടാണെങ്കിൽ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് കർവ്ഡ് സർഫസ് ഏരിയ പറയാം. കർവ്ഡ് സർഫസ് ഏരിയ, കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് റൈറ്റ് സർക്കുലർ കോൺ. അപ്പോൾ ഈ കർവ്ഡ് സർഫസ് ഏരിയ റൈറ്റ് സർക്കുലർ കോണിൻ്റെ റേഡിയസ് ഇതാ ഇവിടെ ഉണ്ടായിരിക്കുക. റേഡിയസ് അല്ലേ, ബേസ് റേഡിയസ് നമുക്ക് 6 കൊടുക്കാം. ഇതിൻ്റെ വെർട്ടിക്കൽ ഹൈറ്റ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, h അല്ലേ? വെർട്ടിക്കൽ ഹൈറ്റ് എന്താണ്? h ആയിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഹൈറ്റ് ഇതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഇതിന് ഒരു സ്ലാൻഡ് ഹൈറ്റും കൂടി ഉണ്ടാവും. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ചെരിവ് ഉയരം, മനസ്സിലായല്ലോ? ഒരു സ്ലാൻഡ് ഹൈറ്റ് കണ്ടോ, ഇവിടെ നിന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്ലാൻഡ് ഹൈറ്റ് L എന്ന് കൊടുക്കാം നമുക്ക് കേട്ടോ. ചെരിവ് ഉയരം, സ്ലാൻഡ് ഹൈറ്റ്, നമ്മൾ L കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു റൈറ്റ് സർക്കുലർ കോണിൻ്റെ റേഡിയസ്, വെർട്ടിക്കൽ ഹൈറ്റ്, സ്ലാൻഡ് ഹൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ത് പറയാം? πRL, π ഇൻറ്റു R ഇൻറ്റു L, π ഇൻറ്റു R ഇൻറ്റു L. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് റൈറ്റ് സർക്കുലർ കോൺ π ഇൻറ്റു R ഇൻറ്റു L. π ഇൻറ്റു R ഇൻറ്റു L. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് പൈൻ്റെ വാല്യൂ നമുക്കറിയാം, ഹാവ്സ് റേഡിയസ് നമുക്ക് അറിയാം. അവിടെ നിന്ന് നമുക്ക് π ഇൻറ്റു R ഇൻറ്റു L. ബട്ട്
എൽ ചില കേസിൽ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ ഈ എൽ സ്ലാൻഡ് ആയിട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഇതാ ഈ ഒരു കോണിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കൂ, റേഡിയസ് ഉണ്ട്, ഇവിടെ നിന്നുള്ള ഹൈറ്റ് എൽ, അല്ലെങ്കിൽ നമുക്ക് ഈ ചെരിവ് ഉയരം സ്ലാൻഡ് ഹൈറ്റ് എൽ. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ എഴുതാം. നിങ്ങൾക്ക് ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആക്കി കൺസിഡർ ചെയ്യാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആക്കി ഇവിടെ നമുക്ക് എൽ ഹൈപ്പോന്യൂസ്, ബേസ്, ആൾട്ടിറ്റ്യൂഡ്. അങ്ങനെയാണെങ്കിൽ എൽ സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. എൽ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ഓക്കെ, ഇവിടുന്ന് എൽ സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടുന്ന് എൽ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. അപ്പോൾ ഹൈറ്റും റേഡിയസും അറിയാമെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാം. ഇക്വേഷൻ മാർക്ക് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ഇനിയിപ്പോൾ സ്ലാൻഡ് ഹൈറ്റും റേഡിയസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്ത് കണ്ടുപിടിക്കാം? എച്ച് കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ ഈ ഇക്വേഷന് ഇവിടെ എഴുതി വെക്കുക. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ പൈ ആർ എൽ, പൈ ഇൻറ്റു ആർ ഇൻറ്റു എൽ. നെക്സ്റ്റ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് കോൺ. എന്താ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് കോൺ വരിക? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് കോൺ, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് കോൺ പൈ ആർ എൽ, കർവ്ഡ് സർഫസ് ഏരിയയും ദെൻ പ്ലസ് ഇവിടെ ഒരു പൈ ആർ സ്ക്വയർ ഉണ്ടാവും, ഒരു സർക്കിൾ പാർട്ട് അല്ലേ? ടോട്ടൽ സർഫസ് ഏരിയ മീൻസ് പൈ ആർ സ്ക്വയർ. രണ്ടൊന്നും പൈ ആർ കോമൺ ആയിട്ട് എടുത്താൽ ബ്രാക്കറ്റിനുള്ളിൽ എന്ത് വരും? എൽ പ്ലസ് ആർ. ഇപ്പോൾ പൈ ആർ ഇൻറ്റു എൽ പ്ലസ് ആർ. ഇതാണ് പൈ ആർ ഇൻറ്റു എൽ പ്ലസ് ആർ. ഇതാണ് ടോട്ടൽ സർഫസ് ഏരിയ. ഓക്കെ, എങ്കിൽ അത് ബേസ് ചെയ്തിട്ടൊരു പ്രോബ്ലം ചെയ്യാം നമുക്ക്. അത് ബേസ് ചെയ്തിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, പേജ് നമ്പർ 220. പേജ് നമ്പർ 220. യെസ്, അതിൽ ഫൈൻഡ് ദി കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് റൈറ്റ് സർക്കുലർ കോൺ whose slant height is 10 cm and base radius 7 cm. ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി ഈ ക്വസ്റ്റ്യൻ അല്ലേ? ഫൈൻഡ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് റൈറ്റ് സർക്കുലർ കോൺ whose slant height 10 cm, base radius 7. നമുക്കറിയാം കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ എന്താണ്? പൈ ആർ എൽ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട് 7, സ്ലാൻഡ് ഹൈറ്റ് എൽ തന്നിട്ടുണ്ട് 10. എൽ ഈസ് ഈക്വൽ ടു 10 cm, ആർ ഈസ് ഈക്വൽ ടു 7 cm. അപ്പോൾ പൈ ഇൻറ്റു ആർ ഇൻറ്റു എൽ, പൈൻ്റെ വാല്യൂ 22/7 കൊടുക്കാം. റേഡിയസ് 7, എൽ 10. 7 7 സിംപ്ലിഫൈ ചെയ്ത് ക്യാൻസൽ ചെയ്താൽ 22 ഇൻറ്റു 10 220 cm സ്ക്വയർ. 220 cm സ്ക്വയർ. ഈസി ആണല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? നോക്കൂ എക്സാമ്പിൾ 5, പേജ് നമ്പർ 220, എക്സാമ്പിൾ 5. The height of a cone is 16 cm. The height of a cone is 16 cm and its base radius is 12 cm. Height of a cone is 16 cm and its base radius is 12 cm. Find the curved surface area and the total surface area of the cone. നോക്കാം നമുക്ക് അല്ലേ? ടോട്ടൽ സർഫസ് ഏരിയ കാണണം, കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ആ കോണിൻ്റെ ഹൈറ്റ് എച്ച് 16, സ്ലാൻഡ് ഹൈറ്റും ഒന്നല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈറ്റ് 16 cm, ഹൈറ്റ് 16 cm, ബേസ് റേഡിയസ് 12. അപ്പോൾ റേഡിയസ് 12 cm. യെസ്. അപ്പോൾ എന്തൊക്കെയാണ് കർവ്ഡ് സർഫസ് ഏരിയ? ഇക്വേഷൻ ചെയ്ത് കർവ്ഡ് സർഫസ് ഏരിയ പൈ ആർ എൽ, പൈ ആർ എൽ ഈക്വൽ ടു പൈൻ്റെ വാല്യൂ നമുക്ക് 3.14 കൊടുക്കാം, ഇൻറ്റു റേഡിയസ് 12 ഇൻറ്റു എൽ. നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? എച്ച് ആ തന്നിട്ടുള്ളത്. എൽ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എൽ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് 16 സ്ക്വയർ പ്ലസ് ആർ 12 സ്ക്വയർ. 16 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ എന്ത് വരും നമുക്ക്? യെസ്, ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ
20 സെൻറ്റിമീറ്റർ. 20 സെൻറ്റിമീറ്റർ എന്താ പറയുന്നത്? L is equal to 20 സെൻറ്റിമീറ്റർ. ഈസി ആയിട്ട് നമുക്ക് L കിട്ടി. ഇനി L കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ Lൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 20 എന്ന് എടുക്കാം. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് സർഫസ് ഏരിയ പറഞ്ഞിട്ട്, കർവ്ഡ് സർഫസ് ഏരിയ പറഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞ ആൻസർ യെസ് 753.6 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇവിടെ L നമ്മൾ കണ്ടുപിടിച്ചു. സ്ലാൻഡ് ഹൈറ്റ് നമുക്ക് തന്നിട്ടില്ലായിരുന്നു, നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ നെക്സ്റ്റ് ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കർവ്ഡ് സർഫസ് ഏരിയയോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? πr² കൂടി ആഡ് ചെയ്യണം. പോരെ? πr² കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഇതാണ്. ഇതിന് കൂടെ πr² മീൻസ് യെസ് നമുക്കിവിടെ റേഡിയസ് 12 ആണെന്നറിയാം. അപ്പോൾ πr² ആഡ് ചെയ്യാം. πr² എന്താ വരുന്നത്? 3.14 into r² means 12 into 12. 452.16 അല്ലേ? ഇതിൻ്റെ ആൻസർ 452.16 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ സർഫസ് ഏരിയ. ഇതും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ആഡ് ചെയ്യും. 753.6 പ്ലസ് 452.16 എന്താ വരുന്നത്? 1205.76 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. What is next problem? Yes, a concave shape somewhat like a cone. Example 6, page number 220. A concave shaped somewhat like a cone as the radius of its broadest end as 2.1 centimeter and length is 20 centimeter. If each 1 centimeter square of surface of the cove carries an average of 4 grains, find how many grains you would find on the entire cove. Figure 13.17 നോക്കൂ. Figure 13.17 നോക്കൂ. A concave അല്ലേ? ഷേപ്പ്ഡ് സംവാട്ട് ലൈക്ക് എ കോൺ. കോൺ രൂപത്തിലുള്ളൊരു സംഭവമാണത് കോൺകോവ്, നമുക്കറിയാമല്ലോ. യെസ്, അതിൻ്റെ ബേസ് റേഡിയസ് എന്താ പറയുന്നത്? ബേസ് റേഡിയസ് 2.1. ഓക്കെ, ആൻഡ് ലെങ്ത്ത് 20 സെൻറ്റിമീറ്റർ. ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹൈറ്റായിട്ട് നമുക്ക് പറയാം. എന്താണ്? 20. Okay. Each 1 centimeter square of the surface of the cove carries an average of 4 grains. ഈ ഒരു കോവ് ഉണ്ടല്ലോ, കോൺകോവ് ഉണ്ടല്ലോ, ഇതിൻ്റെ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ സർഫസിൽ ഒരു 4 ധാന്യമണികൾ ഉണ്ടായിരിക്കും. ഗ്രെയിൻസ്, അതിൻ്റെ മണികൾ ഉണ്ടായിരിക്കും 4 എണ്ണം. 1 സെൻറ്റിമീറ്റർ സ്ക്വയർ സ്പേസിൽ 4 എണ്ണം ഉണ്ടായിരിക്കും. 4 എണ്ണം ഫിറ്റായി കിടക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ എന്താണ്? ഫൈൻഡ് ഹൗ മെനി ഗ്രെയിൻസ് യു വുഡ് ഫൈൻഡ് ഓൺ ദി എൻറ്റയർ കോവ്. ഈ മൊത്തം കോവിൽ അങ്ങനെയാണെങ്കിൽ എത്ര മണികൾ ഉണ്ടായിരിക്കുന്നു? 1 സെൻറ്റിമീറ്റർ സ്ക്വയറിൽ ഏകദേശം 4 എണ്ണം വരെ ഉണ്ടാവും. അങ്ങനെ നമുക്ക് എന്ത് കണ്ടാൽ മതി? എത്ര സെൻറ്റിമീറ്റർ സ്ക്വയർ ടോട്ടൽ ഇതിൻ്റെ സർഫസ് ഏരിയ കണ്ടാൽ പോരെ? ടോട്ടൽ ഇതിൻ്റെ സർഫസ് ഏരിയ എത്ര ഉണ്ട് കണ്ടാൽ പോരെ? യെസ്, കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺകോവ് πr ഉപയോഗിച്ച് കണ്ടാൽ പോരെ? ബട്ട് πr/l എന്നുള്ള ഇക്വേഷനാണ് നമുക്ക് ഇതിൽ ഉപയോഗിക്കേണ്ടത്. മനസ്സിലാക്കുക. ഫസ്റ്റ് πr/l എന്നുള്ള ഇക്വേഷനാണ് ഇതിന് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ്, എല്ലുണ്ടോ? എല്ല് തന്നിട്ടുണ്ടോ? റേഡിയസ് ഉണ്ട്, പൈൻ്റെ വാല്യൂ അറിയാം. ബട്ട് ഹൈറ്റ് തന്നാൽ എല്ല് കണ്ടുപിടിക്കാമല്ലോ റേഡിയസ് ഉണ്ടെങ്കിൽ.
യെസ് നമുക്കറിയാം L is equal to root of h square plus r square. That's equal to root of 20 square plus 2.1 whole square. That is equal to root of നമുക്ക് എന്താ വരുന്നത് രണ്ട് സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ 404.4 404.4. അതിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കണ്ടുപിടിച്ചാൽ 20.11 സെൻറ്റിമീറ്റർ 20.11 സെൻറ്റിമീറ്റർ ഓക്കെ. അപ്പോൾ ഇനി കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാമല്ലോ. എന്താണ്? പൈ ആർ എൽ. പൈൻ്റെ വാല്യൂ നമുക്ക് 22/7 കൊടുക്കാം. 22/7 ഇൻറ്റു റേഡിയസ് 2.1 ഇൻറ്റു എൽ 20.11 ഓക്കെ. അപ്പോൾ നമുക്കിത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ നെക്സ്റ്റ് 5R മൾട്ടിപ്ലൈ ചെയ്യാം. പൈൻ്റെ വാല്യൂ ആറിൻ്റെ വാല്യൂ എല്ലിൻ്റെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്താ വരുന്നത്? 132.726 132.726. .726 centimeter square. ഓക്കെ. അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്താ പറയാം? 73 എന്ന് പറയാം അല്ലേ? 132.73. ഇത്രയാണ് എൻ്റെ അല്ലേ ടോട്ടൽ സർഫസ് ഏരിയ വരും, കർവ്ഡ് സർഫസ് ഏരിയ. ബട്ട് നമ്മളോട് ചോദിച്ചാൽ എന്താണ് ഇതിൽ എത്ര ഗ്രെയിൻ ഉണ്ടായിരിക്കും, നമ്മൾ മണികൾ എത്ര ഉണ്ടാവും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? യെസ്, നമ്പർ ഓഫ് ഗ്രെയിൻ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ സർഫസിൽ എന്തുണ്ട്? 4 അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 സെൻറ്റിമീറ്റർ സ്ക്വയറിൽ 4 ഉണ്ട്. അങ്ങനെ 3 സെൻറ്റിമീറ്റർ സ്ക്വയറിൽ എത്ര മണികളുണ്ടെന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? യെസ്. സോ നമ്പർ ഓഫ് ഗ്രെയിൻസ് ഓൺ ദി എൻറ്റയർ കർവ്ഡ് സർഫസ് ഓഫ് ദി കോബ് is equal to 132.73 into 4. ലാസ്റ്റ് ആൻസർ കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ. ദെൻ മാർക്ക് യുവർ ഹോംവർക്ക് എക്സസൈസ് 13.3 ക്വസ്റ്റ്യൻ നമ്പർ 1 to 6, 7. Let's see you next class. Thank you.